സുബ്ഹാനല്ലാഹ്. ജിന്നുകളും മൃഗങ്ങളും പാമ്പും പലതും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കീഴിൽ അവിടത്തേക്ക് വഴിപ്പെട്ടതാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് വരെ കേട്ടിട്ടില്ലേ സഫീന മൗലാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ പരിചാരകൻ സഫീന റളിയല്ലാഹു അൻഹു പോകുന്ന സ്ഥലത്തൊരു സിംഹത്തിനെ നോക്കിയിട്ടൊരൊറ്റ ഗർജനമാണ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ല, തങ്ങളുടെ ശിഷ്യന്റെ പവറാ പറയുന്നത്. സിംഹത്തോടൊരു ഗർജനമാണ്. ഇത്തഖിയന മൗലാ റസൂലുള്ളാഹി, സൂക്ഷിച്ച സിംഹമേ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ആളാണ്. സിംഹമങ്ങ് തലകുനിച്ചു. സുബ്ഹാനല്ലാഹ്. പിന്നെ അവിടുത്തെ സംരക്ഷണത്തിലാണ് സിംഹം. അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് തന്നെ ഈ വിധത്തിലാണെങ്കിൽ പിന്നെ പറയേണ്ടതുണ്ടോ? അങ്ങനെ എത്ര സംഭവങ്ങളാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പാമ്പ് വഴിപ്പെട്ടു എന്നാണോ? എന്നാൽ ഗുഹയിൽ കിടക്കുന്ന സമയത്ത് മാളങ്ങളെല്ലാം തൊത്തുകളെല്ലാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുണികൾ വെച്ചടച്ചു. ഒരു മാടം ബാക്കിയുണ്ട്. ഏതെങ്കിലും ഇഴജന്തുക്കൾ ഇറങ്ങിയാലോ ഭയപ്പെട്ടുകൊണ്ട് കാലിന്റെ വിരലങ്ങി വെച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഒരൽപ്പം കഴിയുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആ മാളത്തിൽ നിന്ന് തന്നെ വിഷം തീണ്ടി. സുബ്ഹാനല്ലാഹ്. വേദന സഹിക്കാതെ കണ്ണിന്ന് വെള്ളം വലിച്ചുപോയി. മടിയിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കം തെളിയാൻ അതേ അവിടുത്തെ കണ്ണുനീര് കാരണമായി. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംഭവം പറഞ്ഞപ്പോൾ പാമ്പിനെ അതാ നബി തങ്ങൾ വിളിപ്പിച്ചു. വിളിച്ചിട്ട് ചോദിച്ചു, എന്തേ അബൂബക്കറിനെ കടിക്കാൻ? ഒരേ മറുപടിയാണ് പാമ്പിന്. ഓ നബിയേ, സിദ്ദീഖുൽ അക്ബറിനോട് എനിക്കൊന്ന് പറയാനുണ്ട്. ഞാൻ ഈ നേതാവിനെ കാണാൻ ആഗ്രഹിക്കുന്ന കാലം എത്രയായി. അവിടുന്ന് ഈ ഗുഹയിലൊന്നെത്തിയിട്ട് ഒന്നാമുഖം കാണാൻ ആഗ്രഹിക്കുമ്പോ എന്നെ തടഞ്ഞു വെച്ചാൽ ഞാൻ ആ കാല് കൊത്തുകയില്ല നബിയേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമിനീര് കൊണ്ടിറങ്ങാത്ത വിഷമുണ്ടോ? അതുകൊണ്ട് നീങ്ങാത്ത രോഗമുണ്ടോ? അതവിടുന്ന് തന്നെ ശമിപ്പിച്ചില്ലേ? സർവ പാമ്പുകളും അവിടുത്തെ സ്നേഹിച്ചതല്ലേ? സർവജീവികളും അവിടുത്തെ കീഴിലല്ലേ? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ മഴജീവത്തിന്റെ മുന്നിൽ എത്രയോ താഴെയല്ലേ? അതുകൊണ്ട് തന്നെയല്ലേ അല്ലാഹു ജല്ല ജലാലുഹു പറയുന്ന സമയത്ത് വഇദ് അഖദ്നാ മിനൻ നബിയ്യിന മീസാഖഹും വമിൻക വമിൻ നൂഹ്. അഹ്സാബ് സൂറത്തിന്റെ 7-ാമത്തെ നോക്കൂ. നബിമാരിൽ നമ്മൾ കരാറ് വാങ്ങി നബിയെ. എന്നിട്ടോ ആദം നബിയുടെ പേരല്ല ആദ്യം പറയുന്നത്, നൂഹ് നബിയുടെ പേരല്ല പറയുന്നത്. ആദ്യം തന്നെ പറയുന്നു വഇദ് അഖദ്നാ മിനൻ നബിയ്യിന മീസാഖഹും വമിൻക വമിൻ നൂഹ്. അങ്ങയിൽ നിന്നുറപ്പ് വാങ്ങി നബിയെ, നൂഹ് നബിയിൽ നിന്നും വാങ്ങി നബിയെ. ആദ്യം തന്നെ പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. അദബ് നബിതങ്ങളെ മുന്തിക്കാൻ ഇപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ സുന്നത്തിന്റെ മാറ്റത്തിന്റെ സംഘടനാ പ്രവർത്തകന്മാര്. ഞങ്ങൾ തന്നെ SOSന്റെ ഒരു കമ്മിറ്റി യോഗം ചേരുമ്പോ കാന്തപുര ഉസ്താദും അതുപോലെ സയ്യിദ് അലി ബാഫി തങ്ങളൊക്കെ ഉണ്ടാകുന്ന യോഗമാണെങ്കിലും ആദ്യം തന്നെ മിനിസ് ബുക്ക് എടുത്തിട്ട് ആദ്യം നമ്മൾ ഒപ്പിടൂല. അവർ വരുമെന്ന് കണ്ടാൽ 1-2 പേര് 2-3 പേര് അവിടെ വെച്ച് വെക്കും. അവർക്ക് ഒപ്പിടാൻ പാടില്ല. നിങ്ങൾ കണ്ടോ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പിന്നെ വന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷേ പേര് പറയുമ്പോ വഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും വമിൻക വമിൻ നൂഹ്.
ആദ്യം തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ പറയും, പിന്നെയാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെയും ഇബ്രാഹിം നബിയും ഒക്കെ പറയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ, ഏറ്റവും ആദ്യം മുഹമ്മദുർ റസൂലുള്ളാഹി, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ നബിമാർക്കും കൊടുത്ത നബുവത്ത് പോലെയല്ല, റിസാലത്ത് പോലെയല്ല, മുഅ്ജിസത്ത് പോലെയല്ല. അതുകൊണ്ട് ആ നബുവത്തിനെ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ ചുരുക്കി 5 തഫ്സീറുകൾ പറഞ്ഞു. ഇനിയും 10 പറയാനുണ്ട്. അത് ഇന്നത്തെ ദിവസം പറയാൻ കഴിയില്ല. ഞാൻ വായിച്ചിട്ട് പറയുകയാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പറയാം. അവസരം കിട്ടിയെങ്കിൽ തൊഴിലൂരിലും പറയാം, വേറെയുള്ള സ്ഥലങ്ങളിലും പറയാം. അല്ലാഹു നമുക്ക് ഇനിയും കൂടുതൽ അവസരങ്ങൾ നൽകുമാറാകട്ടെ. 6ാമതായി പറയുന്ന തഫ്സീർ അൽ കൗസർ അൽ ഖൈറുൽ കസീർ, ധാരാളം നന്മ എന്നല്ലേ ആ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ഉദ്ദേശിച്ചത് ഹുവൽ ഖുർആൻ, അത് ഖുർആൻ തന്നെ. കാരണം അത് മറ്റ് ഗ്രന്ഥങ്ങളെ പോലെയല്ല. ഖുർആനിന്റെ മാനയുണ്ടോ, എഴുതിയാൽ തീരുന്നു. അതുകൊണ്ടാ സുഹൃത്തെ ഞാൻ ഇന്നലെ പറഞ്ഞത്, പരിഭാഷയിലുള്ളത് കൊണ്ട് ഖുർആനിലെ വിവരം തീർന്നു എന്നാരും തെറ്റിദ്ധരിക്കരുത്. പരിഭാഷയാണ് ഖുർആൻ എന്നാരും തെറ്റിദ്ധരിക്കരുത്. പച്ച മലയാളത്തിൽ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഏതോ വിവരം കെട്ടവന് അടുത്തെഴുതിയതായി ഞാൻ അറിഞ്ഞു. പിന്നാലില്ല, മലയാളത്തിൽ അറബിയിലിറങ്ങിയ ഖുർആൻ എഴുതി പോൽ എന്തോ ഒരു വിവരക്കേടാണ്. ഇപ്പോൾ ഞാനതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. ഖിയാമത്ത് നാളിന്റെ അലാമത്താണല്ലോ. വിവരക്കേട് വർദ്ധിക്കും, വിവരക്കേട് സ്ഥിരപ്പെടും, കുറയും. അത് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആ പരിശുദ്ധ ഖുർആൻ വലൗ അന്നമാ ഫിൽ അർളി മിൻ ശജറത്തിൻ നഖ്ലാം, ഓ ജനങ്ങളെ, ഉള്ള മരങ്ങളൊക്കെ പേനകളായി, സർവ്വകടലുകളും അതിന്റെ 7 ഇരട്ടിയും മഷികളായി ഇവിടെ കൊണ്ടുവന്നാലും ഖുർആനിന്റെ മേന എഴുതി തീർക്കാൻ കഴിയുകയില്ലെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചതന്നെ. ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജീനാ ബിമിസ്ലിഹി മദദാ. സർവസമുദ്രങ്ങളിലെ എല്ലാ വെള്ളങ്ങളും അതിന്റെ എത്രയോ ഇരട്ടിയും മഷിയായി ഉപയോഗിച്ചാലും ഖുർആനിന്റെ ബാന എഴുതി തീരൂല കേട്ടോ. അത് വല്ലാത്ത അത്ഭുതമുള്ള ഗ്രന്ഥം തന്നെ. 7ാമത്തെ തഫ്സീർ നാം ദാസിവിട്ടിരിക്കുന്നു. അൽ കൗസർ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതമാണ്, ഇസ്ലാം എന്ന ആശയമാണ്. അത് പരിപൂർണമായ നിലക്ക് നൽകപ്പെട്ട റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി. സർവ ഖൈറും ഇസ്ലാമിന്റെ നിയമത്തിലുണ്ട്. അതിപ്പോ എത്ര ദിവസം വേദ പറഞ്ഞാൽ തീരൂ. എല്ലാ ഖൈറും ഇസ്ലാമിലുണ്ട്. ബിസിനസ്സുകാർ, ബിസിനസ് നടത്തുന്നവർ, അവർക്ക് ഇസ്ലാമിൽ പ്രചോദനമുണ്ട്. അത്താജിറു സാദിഖുൽ അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്സുഹദാ. വിശ്വസ്തരായി സത്യസന്ധരായി ബിസിനസ് നടത്തുന്നവർ അമ്പിയാക്കളുടെ കൂടെയാണ്, സിദ്ദീഖീങ്ങളുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണ്. ബിസിനസ് നടത്തുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചോദനം നൽകുന്നു. പക്ഷേ സത്യസന്ധനായിരിക്കണം, ചതിക്കാൻ പാടില്ല. മഴ പെയ്ത ദിവസം ധാന്യം വിൽക്കുന്ന ഒരാള് നേരെ ചെന്ന് ധാന്യത്തിലേക്ക് കയ്യും നിറക്കി ധാന്യം കോരി ഇങ്ങോട്ടെടുത്തു. എന്തടാ നനഞ്ഞത് വിൽക്കുന്നു, നനഞ്ഞത് വിൽക്കുന്നു. നീ മഴ പെയ്തപ്പം നനഞ്ഞുപോയി, എന്നാൽ നനഞ്ഞത് മേലെ ഇട്ടുകൂടായിരുന്നോ? നീ ഉറങ്ങിയത് മേലെ വെച്ചിട്ട് അടിയിൽ നനഞ്ഞത് വെച്ച് വിൽക്കുന്നു. ചതിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല കേട്ടോ. ചതിക്കാൻ പാടില്ല. ഒരു ബിസിനസ്സുകാരനും ആരെയും ചതിക്കാൻ പാടില്ല. ഇപ്പോഴുണ്ട് ചില ഫ്രൂട്ട് കച്ചവടക്കാർ. നല്ല ഭംഗിയുള്ള കേടില്ലാത്ത നാരങ്ങ മുന്നിൽ, ആപ്പിൾ മുന്നിൽ, ബേക്കിൽ കേടുള്ളത്, റോട്ടുമ്പിലേക്ക് തിരിച്ചു വെച്ചതൊക്കെ നല്ല ഭംഗിയുള്ളത്, എന്നിട്ട് വാങ്ങിക്കൊണ്ടുപോയി വീട്ടിലേക്ക് വെക്കുമ്പോൾ തീർത്തും കേടുള്ളത്. അങ്ങനെ ചതിച്ചു നിൽക്കാൻ പാടില്ല. അവൻ നമ്മളിൽപ്പെട്ടവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, ചതിക്കരുത്.
അതേസമയത്ത് ബിസിനസ് അത് നല്ലതാണ്. തൊഴിലെടുക്കുന്നത് നല്ലതാണ്. വെറുതെ നടക്കാൻ പാടില്ല ചെറുപ്പക്കാർ. കൈകൊണ്ട് ജോലിയെടുത്ത് ജീവിക്കുന്നവൻ കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ ഹൈറായ ഭക്ഷണമില്ല. തൊഴിലെടുക്കണം, വെറുതെ നടക്കാൻ പാടില്ല. പ്രത്യേകിച്ച് കുറച്ച് പ്രായമാകുമ്പോൾ റിട്ടയർഡ് ആകുന്ന ആളുകൾ ഉണ്ടാവും. അവർ വെറുതെ ആക്കരുത്. അത് മനസ്സിനും ശരീരത്തിനും ക്ഷീണം പിടിക്കും. എന്തെങ്കിലും ജോലി എടുക്കണം, കഴിയുന്ന ജോലി കഴിവനുസരിച്ച് എടുക്കണം. അപ്പോൾ മനസ്സിന് സമാധാനം ലഭിക്കും. വെറുതെ നടക്കാൻ പാടില്ല. മനുഷ്യന്റെ ആരോഗ്യം തന്നെ നശിച്ചു. തൊഴിലെടുക്കാൻ പ്രചോദനം നൽകി. സഹോദരന്മാരെ, ഏത് വിഷയത്തിലാണ് അവിടുന്ന് പ്രവേശിക്കാത്തത്? ഏത് വിഷയമാണ് അവിടുന്ന് പറയാത്തത്? സുബ്ഹാനല്ലാഹ്, നല്ല ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട് ചെറുപ്പക്കാർ. അല്ലാഹു അവർക്ക് ബർക്കത്ത് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങൾ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു, സഹാബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു. എന്നിട്ടോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉർവത്ത് ബിൻ അബിൽ ജാദിൽ ബാറസിയെ വിളിച്ചു. ഒരു ദീനാറ് സ്വർണ്ണ നാണയം കൊടുത്തു. അതുകൊണ്ട് ഒരാട്ടിനെ വാങ്ങിക്കൊണ്ടുവരൂ. ഉർവത്ത് ബിൻ അബിൽ ജാദിൽ ബാറസി തങ്ങൾ ആ ഒരു നാണയം കൊണ്ടുപോയി. ഒരു നാണയം കൊണ്ട് 2 ആട്ടിനെ വാങ്ങി. ഇങ്ങനെ സമർത്ഥമായി കച്ചവടം ചെയ്യുന്ന കുട്ടികൾ, അവരെ പ്രോത്സാഹിപ്പിക്കണം. പോയി 2 ആട്ടിനെ വാങ്ങിക്കൊണ്ടുവന്നു. ഒറ്റ സ്വർണ്ണ നാണയത്തിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? വരുന്ന വരവിൽ ഒരു സ്വർണ്ണ നാണയത്തിൽ 1 വിറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു വന്നു. ആതാഹു ബിശാത്തിൻ വദീനാരി. അല്ലാഹു റസൂലിന്റെ അടുക്കൽ വന്നിട്ട്, നബിയെ, തങ്ങൾ 1 ദീനാറാണ് എന്നെ ഏൽപ്പിച്ചത്. 1 ദീനാറ് പിടിച്ചോ, ഒരാട്ടിനാണ് എന്നോട് പറഞ്ഞു, ആട്ടിനെയും പിടിച്ചോ. ആടും ഉണ്ട്, ദീനാറും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ ദുആ, ഫദഅ ലഹു റസൂലുള്ളാഹി ഫീ ബൈഇഹി ബിൽ ബറക. കച്ചവടത്തിൽ ബറക്കത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരന് വേണ്ടി ഒരൊറ്റ ദുആ. ആദ്യം തന്നെ എത്ര ആളുണ്ട് സഹോദരന്മാരെ അവിടെ? ആ ചെറുപ്പക്കാരന്റെ കയ്യിലല്ലേ പണം കൊടുത്തത്. കാരണം അവിടുത്തെ അറിവങ്ങനെയല്ലേ. ബറക്കത്തുള്ള കച്ചവടക്കാരെ കുറിച്ച് അവിടുത്തേക്ക് അല്ലാഹു അറിവ് കൊടുക്കുന്നില്ലേ? അവിടുത്തെ അറിവല്ലാത്ത അറിവല്ലേ. ആ സഹാബി കൊണ്ടുവന്ന് അതാ അട്ടിനെയും കൊടുത്തു, ദീനാറും കൊടുത്തപ്പോ ബറക്കത്തിന് വേണ്ടി ഒരൊറ്റ ദുആ. പിന്നെ മൂപ്പര സ്വഭാവം എന്താണ്? വെറും മണ്ണ് കൊണ്ടാലും ശരി, മൂപ്പർക്ക് ആ ഏത് കച്ചവടത്തിലും വലിയ ബറക്കത്താണ് കേട്ടോ. സമർത്ഥരായി ബിസിനസ് നടത്തുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തുകൊണ്ട് അവർക്ക് പ്രചോദനം നൽകുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പോഴും അല്ലാഹുവിന്റെ ദീനിന് ഉപകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും ഒക്കെ സഹായിക്കുന്ന ബിസിനസ്സുകാർക്ക് വേണ്ടി പണ്ഡിതന്മാര് പ്രാർത്ഥിക്കുമ്പോ ചിലർക്ക് തോന്നും ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊക്കെ പണം പിരിക്കാനുള്ള ഏർപ്പാടാണെന്ന് തോന്നും. നിന്റെ ഖൽബ് ദുഷിപ്പിക്കേണ്ട മനുഷ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരക്കാരാണ് അലിമീങ്ങൾ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടില്ലേ, സമർത്ഥമായി കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് കേട്ടോ. നന്നായി ബിസിനസ് നടത്താൻ അവിടുന്ന് പ്രചോദനം നൽകിയിട്ടുണ്ട്. അതുപോലെ സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ദീനിൽ അതാ അവിടുന്ന് പഠിപ്പിക്കാത്ത വിഷയങ്ങളുണ്ടോ? പ്രചോദനം നൽകാത്ത ഏതെങ്കിലും നല്ല കാര്യമുണ്ടോ? ഒരു കാര്യം എപ്പോഴും ശ്രമിക്കണം. പണത്തിന്റെ കാര്യം പറയുമ്പോ കടമില്ലാതെ മരിക്കണം സഹോദരന്മാരെ. അല്ലാഹു ജല്ല ജലാലുഹു ഏത് കടങ്ങൾ ആർക്കുണ്ടോ അല്ലാഹു വീട്ടി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സമീപത്ത് നിങ്ങൾക്കറിയില്ലേ, അതാ കൊണ്ടുവരുന്നു മയ്യിത്ത് കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ച മയ്യിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുന്നു, ഇയാൾക്ക് കടമുണ്ടോ, ഇദ്ദേഹത്തിന് വല്ല കടവും കൊടുക്കാറുണ്ടോ?
കൊടുക്കാൻ വല്ല കടവുമുണ്ടോ? സുബ്ഹാനല്ലാഹ്. അവിടുന്ന് മറുപടി കിട്ടുന്നു, കടമുണ്ട്. എന്നാൽ ആ കടം വീട്ടാനുള്ള വല്ലതും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോ ഇല്ലെന്ന് മറുപടി കിട്ടിയിരുന്നു. ഇല്ലെന്ന് മറുപടി കിട്ടിയപ്പോൾ അവിടുത്തെ ആദ്യകാലങ്ങളിൽ അവിടുത്തേക്ക് സാമ്പത്തികമായി അല്ലാഹു തആല ധാരാളം ചൊരിച്ചു കൊടുക്കുന്നതിന് മുമ്പുള്ള കാലം, ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിച്ചു കൊടുത്തതിന് ശേഷമുള്ള കാലമുണ്ട്. പക്ഷേ അങ്ങനെ ചൊരിച്ചു കൊടുക്കുന്നതിന് മുമ്പുള്ള കാലത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ കടമുണ്ട്, വീട്ടാൻ സ്വത്തില്ലെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പറയുന്നു, സല്ലു അലാ സാഹിബിക്കും, അദ്ദേഹത്തിന് നിങ്ങൾ മയ്യിത്ത് നിസ്കരിച്ചോ, ഞാൻ മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിൽക്കുകയാണ്. എന്താണ് കാരണം? എന്തുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്? അവിടുന്ന് പറയുകയാണ്, കടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ മയ്യിത്ത് നിസ്കരിക്കുന്നില്ല. ഓ സഹോദരന്മാരെ, അപ്പൊ കടത്തോടുകൂടെ മരിച്ചുപോയ വ്യക്തിക്ക് മയ്യിത്ത് നിസ്കരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി നിന്നു എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വിഷയമല്ലേ കടം? അതിനെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും നല്ല ബോധം വേണം. എന്നാൽ നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാമ്പത്തികമായി അല്ലാഹു തആല പുരോഗതി കൊടുത്തതിന് ശേഷം, അല്ലാഹു തആല പല നിലക്കും സ്വത്തുക്കൾ കയ്യിലേക്ക് എത്തിച്ചു കൊടുത്തതിന് ശേഷം അതാ അവിടുന്ന് പറയുന്നു, അതേ അന ഔലന്നാസി ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടവനാണ് ഞാൻ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും. അതേ അന ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, നബി അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടവരാണ് മുഅ്മിനീങ്ങൾക്ക്. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഫമൻ തൂഫിയ മിനൽ മുഅ്മിനീന ഫതറക ദൈനൻ ഫഅലൈഹി ഖളാഉഹു. ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചിട്ട് അയാൾക്ക് കടം വീട്ടാനുണ്ടോ? ആരെങ്കിലും കടം വീട്ടാനുണ്ടോ? ഫഅലൈഹി ഖളാഉഹു, ആ കടം ഞാൻ വീട്ടിക്കോളും. ഞാൻ അവരവരുടെ ശരീരത്തെക്കാൾ ബന്ധപ്പെട്ട നേതാവാണ്. എന്റെ അനുയായികളിൽ ആർക്കെങ്കിലും കടത്തോടുകൂടെ മരിച്ചിട്ടുണ്ടോ? ആ കടം ഞാൻ ഏറ്റെടുത്ത് ഞാൻ വീട്ടിക്കോളും. വമൻ തറക മാലൻ ഫഹുവ ലിവറസതിഹി. എന്നാൽ എന്റെ ബന്ധം അങ്ങോട്ട് ഉപകാരം ചെയ്യുന്ന ബന്ധമാണ്, അതേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ബന്ധമാണ് എന്റെ ബന്ധം. അതുകൊണ്ട് തന്നെ കടം ഞാൻ വീട്ടിക്കോളും. ആരെങ്കിലും മരിച്ചിട്ട് വല്ല സ്വത്തും ബാക്കിയുണ്ടെങ്കിലോ ഫഹുവ ലിവറസതിഹി, അതിൽ നിന്ന് ഒരു നയാകാശം എനിക്ക് അവകാശം തരേണ്ടതില്ല, അത് അദ്ദേഹത്തിന്റെ അവകാശികൾക്കുള്ളത്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതേ സഹോദരന്മാരെ, കടം എന്ന് പറയുന്ന വിഷയം അത് വളരെ ഗൗരവമുള്ളതാണ്. അതെപ്പോഴും നമുക്ക് ബോധമുണ്ടാകേണ്ട ഒരു കാര്യമാണ്. കടം വന്നു പോകാതെ ജീവിച്ചു മരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്കോ ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കോ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കോ ആർക്ക് എവിടെ എന്ത് കടമുണ്ടോ സർവ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനേ. കടമുള്ളവർക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് വലിയ ഒരു നല്ല സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതായി നമുക്ക് കാണാം. നബി തങ്ങൾ പറഞ്ഞു, കാന റജുലുൻ യുദായിനുൻ നാസ, ഒരാൾ ജനങ്ങൾക്ക് എപ്പോഴും കടം കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടിമയോട്, അദ്ദേഹത്തിന്റെ സർവന്റിനോട് അദ്ദേഹം പറഞ്ഞു, ഇദാ തൈത മഹ്സറൻ തജാവസ് അൻഹു, കിട്ടാനുള്ള ഒരു മനുഷ്യൻ ഞെരിക്കക്കാരനാണെങ്കിൽ നീ അങ്ങ് വിട്ടുകൊടുത്തേക്കണം കേട്ടോ. ലഅല്ലല്ലാഹു അൻ യതജാവസ അന്നാ, നമുക്ക് കിട്ടാനുള്ളൊരു മനുഷ്യൻ തൽക്കാലം തരാൻ കഴിയില്ലെങ്കിൽ ഈ വിട്ടുകൊടുക്കണം. എന്തേ കാരണം? നമ്മൾ പല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹ് നമ്മക്കും വിട്ടുതരാൻ അത് കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫലഖിയല്ലാഹു ഫതജാവസ അൻഹു, അയാൾ മരണപ്പെട്ടിട്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടിയപ്പോ അല്ലാഹു തആല അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു. ബുഖാരിയും മുസ്ലിമും
റിപ്പോർട്ടിലെ ഹദീസിൽ കാണാം, ഓ മുസ്ലിമീങ്ങളെ, ഞെരിക്കക്കാര് കടം വാങ്ങിയിട്ട് കൊടുക്കാൻ കഴിയാതെ വന്നാൽ അത് വിട്ടുകൊടുക്കുക എന്നത് അത് പ്രത്യേകമായി പടച്ചവന്റെ അടുക്കൽ വിട്ടുവീഴ്ച കിട്ടാൻ കാരണമാണ് കേട്ടോ. അതേ സമയത്ത് സ്വത്തും വെച്ചിട്ട് കടം വീട്ടാതിരിക്കുന്ന ഏർപ്പാട് പാടില്ല. നിങ്ങൾ നോക്കൂ, ഒന്നുമില്ലാതെ മടങ്ങിപ്പോയി ആര്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അതാ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരുന്നു. കാന യദ്ദാനു, മുആദ് റളിയല്ലാഹു അൻഹു കടം വാങ്ങുന്ന ആളാണ്. മൂപ്പര് ധാരാളം കൊടുക്കുന്ന ആളാ. കടം വാങ്ങിയിട്ട് സദഖ കൊടുക്കലെന്നെ കൊടുക്കല്, അങ്ങനെയാണ് മൂപ്പരെ പതിവ്. قال معاذ بن جبل شابا سخيا وكان لا يمسك شيئا فلم يزل يدان حتى أغرق ماله كله في الدين. മൂപ്പർ കടം വാങ്ങി കൊടുത്തു സുബ്ഹാനല്ലാഹ്, മുആദ് റളിയല്ലാഹു അൻഹു കടക്കാരനായി പോയി. വീട്ടാൻ വകുപ്പില്ല. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് കടം കിട്ടാനുള്ളവരാപലാതി പറയുന്നു. മുആദ് റളിയല്ലാഹു അൻഹു കടം കിട്ടാനുള്ളവരോട് നബിയെ, തങ്ങൾ കുറച്ച് അവധി വാങ്ങിത്തരികയോ അല്ലെങ്കിൽ എന്റെ കയ്യിൽ വരുന്നത് വരെ ഒന്ന് കാത്തു നിൽക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യണമെന്ന് മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ ഹദീസ് റിപ്പോർട്ടിൽ അബ്ദുറഹ്മാൻ ബിൻ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഫലൗ തറകൂലി അദില്ല തറകൂലി മുആദിൻ ലി അജീലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കിട്ടാനുള്ള സംഖ്യ ചോദിക്കാൻ പലരും വളരെയേറെ സമർത്ഥന്മാരാണ്, അത് വിട്ടുകൊടുക്കാൻ പലർക്കും മടിയാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരായ സഹാബികൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും മുആദ് റളിയല്ലാഹു അൻഹു വല്ലാതെ ധർമ്മം ചെയ്യുന്ന ആളല്ലേ, ഒരൽപ്പം അദ്ദേഹത്തിന് സമയം നീട്ടിക്കൊടുത്തുകൂടെ എന്ന നിലക്കും മറ്റും നബി തങ്ങൾ ഒരു സൂചന നൽകിയപ്പോ അവർ പറയുന്ന, നബിയെ, മുആദിന് സ്വത്തുണ്ട്, ഞങ്ങൾക്കിപ്പോൾ തന്നെ ഞങ്ങളെ കടം വാങ്ങിയത് കിട്ടണം. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വത്ത് ഏറ്റെടുത്തു. അത് മുഅ്ഫബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു സ്വത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്ത് മുഴുവനും വിറ്റു. കടം കൊടുക്കാനുള്ള ഹഖ് വീട്ടാനുള്ളവർക്ക് മുഴുവനും വീട്ടിത്തീർത്തു. ഹത്താ ഖാബ മുആദ് ബിഗൈരി ശൈഇ. മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പോകുമ്പോ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പിന്നെ ഒരു സ്വത്തുമില്ല കേട്ടോ. കടം കൊടുക്കാനുള്ളവന് കടം വീട്ടാതെ സ്വത്തും വെച്ച് കൂപച്ചെച്ച് കെട്ടിപ്പൂട്ടിരിക്കുന്നത് ശരിയല്ല. കൊടുക്കാനുള്ളത് കൊടുത്തു വീട്ടി അവനവന്റെ ശരീരവും ആത്മാവും രക്ഷപ്പെടുത്തണം. അത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പണത്തോടുള്ള വിധമായ പ്രതിപത്തിയുടെ പേരിൽ ഓ മുസ്ലിമീങ്ങളെ, കുടുംബബന്ധം മുറിക്കുന്നവരുണ്ട്, സ്നേഹബന്ധം വലിച്ചെറിയുന്നവരുണ്ട്, പണത്തോടുള്ള അത്യാർത്ഥിയുടെ പേരിൽ എന്ത് തോന്നിവാസവും സംസാരിക്കുന്നവരുണ്ട്, വാക്കിലംഘിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും തന്നെ താഴ്ന്ന പണത്തെ പൂജിച്ച് ജീവിക്കുന്ന മനുഷ്യനാകരുത്. പണം താഴ്ന്ന സാധനമാണ്. അല്ലാഹുവും റസൂലും അത് ഏറ്റവും വലുതാണ്. ആഖിറത്തിലെ ജീവിതം ഏറ്റവും വലുതാണ്. ആ ചിന്ത എപ്പോഴും നമുക്കുണ്ടാകണം. അതാ, ഒരു മനുഷ്യന് കടമുണ്ടെങ്കിലോ അത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് വീട്ടാൻ ഒരാൾ തയ്യാറായാൽ അത് വലിയ ബറക്കത്താണ് കേട്ടോ.
കണ്ടില്ലേ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അതാ മയ്യിത്ത് കൊണ്ടുവരുന്നു. കടമുണ്ടോ എന്ന് ചോദിക്കുന്നു. കടമുണ്ടെന്ന് മറുപടി കിട്ടുന്നു. വീട്ടാൻ സ്വത്തുണ്ടോ ഇല്ലെന്ന് മറുപടി ലഭിക്കുന്നു. നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ മയ്യിത്ത് നിസ്കരിച്ചോ, ഞാനിങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പോഴലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുന്നു. അലയ്യ ദൈനുഹു യാ റസൂലല്ലാഹ്, ആ മനുഷ്യന്റെ കടം ഞാൻ ഏറ്റെടുക്കുന്നു നബിയേ. തങ്ങൾ അവന് മയ്യിത്ത് നിസ്കരിക്കൂ നബിയേ, അദ്ദേഹത്തിന്റെ കടം ഞാൻ ഏറ്റെടുത്തു നബിയേ. ഫതഖദ്ദമ ഫസല്ല അലൈഹി. അലി റളിയല്ലാഹു അൻഹു കടം ഏറ്റെടുക്കുന്നു. കടമുള്ള ആൾക്ക് മയ്യിത്ത് നിസ്കരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി നിൽക്കുന്നു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ അദ്ദേഹത്തിന്റെ കടം ഞാൻ ഏറ്റെടുത്തു, തങ്ങൾ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കൂ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് വേണ്ടി ഒരൊറ്റ ദുആ, ഫക്കല്ലാഹു റിഹാനക മിനന്നാരി, നരകത്തിൽ നിന്ന് നിങ്ങളെ ശരീരത്തെ അല്ലാഹു മോചിപ്പിക്കട്ടെ അലിയേ. കമാ ഫക്കക റിഹാന അഖീകൽ മുസ്ലിം, മുസ്ലിമായ നിന്റെ സഹോദരൻ നിന്റെ ഉമ്മക്കും ബാപ്പക്കും ജനിച്ചതാണെന്ന് പറഞ്ഞില്ല, മുസ്ലിമാണെന്ന നിലക്കുള്ള സഹോദര്യ ബന്ധമാണ്, വേറെ കുടുംബ ബന്ധമല്ല. മുസ്ലിമായ നിലക്കുള്ള നിന്റെ സഹോദരന്റെ ആ കടം നീ വീട്ടിയിട്ട് നരകത്തിൽ നിന്ന് മോചിപ്പിച്ചതിനാൽ നിങ്ങളെയുള്ള നരകത്തിൽ നിന്ന് മോചിപ്പിക്കട്ടെ അലിയേ. ലൈസ മിൻ അബ്ദിൻ മുസ്ലിമിൻ യഖ്ദിയൻ അഖീഹി ദൈനഹു ഇല്ലാ ഫക്കല്ലാഹു റിഹാനഹു യൗമൽ ഖിയാമ. ഏതൊരു മനുഷ്യൻ മറ്റൊരാളുടെ കടം ഏറ്റെടുത്തു വീട്ടാൻ തയ്യാറായിട്ട് ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ടോ, അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും അള്ളാഹു ഏറ്റെടുത്തു അദ്ദേഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്താതിരിക്കൂല ഖിയാമത്ത് നാളിൽ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ കടത്തോടെ മരിക്കാതിരിക്കണം. കടത്തോടെ വല്ല സഹോദരനും മരിച്ചാൽ അത് കുടുംബങ്ങളോ സമുദായമോ സമുദായത്തിൽ കഴിവുള്ളവരോ ഏറ്റെടുത്ത് ആ സഹോദരനെ നരകത്തിൽ രക്ഷപ്പെടുത്തണം. അങ്ങനെ രക്ഷപ്പെടുത്തുമ്പോൾ നമ്മളെ അല്ലാഹു രക്ഷപ്പെടുത്തും. ലോകത്ത് ഏറ്റവും വലിയ ഇഹ്സാൻ, ഏറ്റവും വലിയ നന്മ പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബോധ്യപ്പെട്ട കടം തെളിവില്ലെന്ന് മനസ്സിലാക്കി കൊടുക്കാതിരിക്കരുത്. ബോധ്യപ്പെട്ട കടം തെളിവില്ലെന്ന് മനസ്സിലാക്കി കൊടുക്കാതിരിക്കരുത്. സയ്യിദ് ഇബ്നുൽ അത്വൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ സഹോദരൻ മരിച്ചു, 300 ദീനാർ ബാക്കി, 300 ദീനാർ ബാക്കിയുണ്ട്. ചെറിയ മക്കളുണ്ട്. ഞാൻ മനസ്സിലാക്കി ഈ ദീനാറൊക്കെ ആ ചെറിയ കുട്ടികൾ ആ മക്കൾക്ക് ചെലവഴിക്കാം. എന്റെ സഹോദരൻ മരിച്ചപ്പോ 300 ദീനാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, സഅദ് ഇന്ന അഖാക മഹബൂസുൻ ബിദൈനിഹി ഫഖദ് അൻഹു, നിന്റെ സഹോദരൻ കടം കൊണ്ട് തടവിലാക്കപ്പെട്ടുപോയി. നിന്റെ സഹോദരൻ കടത്തോടെ മരിച്ചതുകൊണ്ട് അതാ അറസ്റ്റ് ചെയ്യപ്പെട്ടതുപോലെ കിടക്കുകയാണ്. അതുകൊണ്ട് ആദ്യം കടം വീട്ടു. ചെറിയ യതീം മക്കളെ നമുക്ക് പിന്നെ പറയാം. യതീം കുട്ടികളെ ചെലവഴിക്കുന്നത് പിന്നെ നോക്കാം. ഇപ്പോൾ നിന്റെ സഹോദരന്റെ കടം വീട്ടു. ഫദഹബതു ഫഖദൈതു അൻഹു, ഉടനെ ഞാൻ പോയി എന്റെ സഹോദരന്റെ കടം വീട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. ഞാൻ റിപ്പോർട്ട് സമർപ്പിച്ചു, ഖദൈതു അൻഹു, ഞാൻ കടം വീട്ടി കഴിഞ്ഞു നബിയേ. വലം തബ്ഖ ഇല്ല ഇംറഅത്തുൻ തദ്ഈ ദീനാറൈൻ, ഒരു സ്ത്രീ അവൾ പറയുന്നുണ്ട് എന്റെ സഹോദരൻ 2 സ്വർണ്ണ നാണയം കൊടുക്കാനുണ്ട് എന്ന്. പക്ഷേ വലൈസത്തിൽ ഹബയ്യന, ആ സ്ത്രീയുടെ കയ്യിൽ തെളിവില്ല, സാക്ഷിയില്ല, തെളിവില്ല. എന്റെ സഹോദരൻ 2 ദീനാർ കൊടുക്കാനുണ്ട് എന്ന് പറയും. ഇത് എന്റെ സഹോദരന് ചെറിയ കുഞ്ഞു മക്കളല്ലേ ഉള്ളൂ. അപ്പൊ സഹോദരന് തെളിവില്ലാതെ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അയത്തിഹാ ഫഇന്നഹാ സാദിഖ, അവൾക്ക് നീ കൊടുത്തോ, അവൾ സത്യം പറയുന്ന പെണ്ണാണ്, അവൾ കളവ് പറഞ്ഞതല്ല, കൊടുക്കാനുള്ളത് തന്നെയാണ്.
ഒരു പക്ഷേ അത് അല്ലാഹുവിന്റെ റസൂലുമായി ജീവിതത്തിൽ കൊണ്ടറിഞ്ഞതാകാം, അല്ലെങ്കിൽ അല്ലാത്ത നിലക്ക് തന്നെ അറിവ് കിട്ടിയതാകാം. സുബ്ഹാനല്ലാഹ്, ഏതായിരുന്നാലും ശരി കൊടുക്കാനുണ്ടെന്ന് ബോധ്യമുണ്ട്, പക്ഷേ തെളിവില്ല. അതിന്റെ പേരിൽ കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കരുത് കേട്ടോ. കൊടുക്കാനുള്ളത് കൊടുത്താലേ മനുഷ്യന് രക്ഷയുള്ളൂ. ഷഹീദായി മരിച്ചാലും ശരി, ബദർ യുദ്ധത്തിൽ ഷഹീദായി മരിച്ചാലും ശരി, കടം വീട്ടാതെ മറ്റൊരുത്തന്റെ ഹക്കം കൊണ്ട് മരിച്ചാൽ അത് അല്ലാഹു ഷഹീദായാലും കൊടുക്കൂല കേട്ടോ. അതുകൊണ്ട് ഹക്കിന്റെ കാര്യത്തിൽ വലിയ ചിന്ത ഓരോ മനുഷ്യന്റെയും മനസ്സിലുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാം സർവ വിഷയത്തിലും ഖൈറാണ്. ഇനി സഹോദരന്മാരെ, എട്ടാമത് ഈ മഹാനായ ഇമാം റാസി പറഞ്ഞ തഫ്സീർ എന്താണ്? ധാരാളം അനുയായികള് ഓ നബിയെ തങ്ങൾക്ക് തന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ പോലെ അനുയായികളുള്ള ആൾ ആരാണ്? സുബ്ഹാനല്ലാഹ്, കോടിക്കണക്കിന് അനുയായികൾ. അതേ ദിവസേന 5 നേരം നിർബന്ധമായി കോടിക്കണക്കിന് അനുയായികൾ വിളിച്ചു ബന്ധപ്പെടുന്ന നേതാവ് മറ്റാരാണ്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് കോടിക്കണക്കിന് അനുയായികൾ ദിനേന വിളിക്കുന്ന ഒരു നേതാവ്, കോടിക്കണക്കിന് അനുയായികൾക്ക് ഒരേ സമയത്ത് ഖബറിൽ നിന്ന് മറുപടി പറയുന്ന ഒരു നേതാവ്. അതേ സ്വീകാര്യോഗ്യമായ ഹദീസിൽ വന്നതല്ലേ? മാമിന്നഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫറദ്ദ അലൈഹിസ്സലാം. എനിക്കാരെന്റെ വഫാത്തിന് ശേഷം സലാം ചൊല്ലിയാലും ഞാനത് മടക്കും, ഞാനതറിയും. അതിനെനിക്ക് എന്റെ റൂഹിനെ തിരിച്ചു തന്നിട്ടുണ്ടാകും. കോടിക്കണക്കിന് അനുയായികൾക്ക് ഒരേ സമയത്ത് ഏത് ഭാഗത്തു നിന്ന് വിളിച്ചാലും 24 മണിക്കൂറിലും കേൾക്കുകയും മടക്കുകയും ചെയ്യുന്ന ഒരേ ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. പിന്നെയും തഫ്സീറുകൾ ധാരാളമുണ്ട്, സമയം ഇപ്പോഴില്ല. ഓ ഉമ്മമാരെ, 1 or 2 പ്രസവിച്ചു കഴിയുമ്പോ എനിക്കഴിയില്ലെന്ന് പറയുന്ന ചില സ്ത്രീകളില്ലേ? പ്രസവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സ്ത്രീകളില്ലേ? അത്ര മതി എന്ന് ചിന്തിക്കുന്ന പരിഷ്കാരികളില്ലേ? എന്നാലറിയോ, നബിതങ്ങളോട് സ്നേഹമുണ്ടോ? ഇവിടുന്ന് നമ്മളോട് കൽപ്പിക്കുന്നു നിങ്ങൾ വിവാഹം കഴിക്കുകയും സന്താനോൽപാദനം നടത്തുകയും ധാരാളം അനുയായികളെ എനിക്ക് നിങ്ങൾ വാർത്തെടുക്കുകയും എന്റെ സമുദായത്തിന്റെ പെരുപ്പം കാണിച്ച് ഞാൻ പടച്ചവന്റെ മുമ്പിൽ മറ്റുള്ള നേതാക്കളെ മുമ്പിൽ അഭിമാനം പറയും. ഓ ഉമ്മമാരെ, അതേ ചാടക്കുട്ടികളെ പ്രസവിച്ച് മരിച്ചുപോയ കുട്ടിയാണെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തായി അഭിമാനം പറയും കേട്ടോ. പുന്നാര നബിക്ക് അഭിമാനം പറയാൻ എത്ര മക്കളെ എനിക്ക് ഈ ഭൂമിയിൽ പ്രസവിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഉമ്മമാർ, അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ. ഓ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാം തരുന്ന റബ്ബല്ലേ, ഭക്ഷണം തരുന്നത് റബ്ബല്ലേ, ഐശ്വര്യം തരുന്നത് റബ്ബല്ലേ, ആരോഗ്യം തരുന്നത് റബ്ബല്ലേ? തരുന്ന റബ്ബിൽ ഉറച്ച വിശ്വാസമുണ്ടോ? ഞെരുക്കം പേടിക്കേണ്ടതുണ്ടോ? ഒന്നും കയ്യിലില്ലാത്തവൻ രാജകീയമായി ജീവിക്കുന്നില്ലേ? അന്തസ്സോടെ ജീവിക്കുന്നില്ലേ? അതേ സമയത്ത് എത്രയോ കോടികൾ കയ്യിലുണ്ടായിട്ട് എന്നും ഞെരുക്കം പറഞ്ഞ് നടക്കുന്ന ദാരിദ്ര്യം മനസ്സെന്ന് നീങ്ങാത്തവനില്ലേ? വാസ്തവത്തിൽ ഐശ്വര്യം മനസ്സിനല്ലേ? സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട കൗസർ. മറ്റൊരു തഫ്സീർ എന്താണ് ഇപ്പോൾ പറയാൻ സമയമില്ല, ചുരുക്കുകയാണ്. അൽ ഫളായിലുൽ കസീറത്തുൽ ലതീ ഫീഹി, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള ബഹുമാനങ്ങൾ, അതാണ് അൽ കൗസർ കൊണ്ട് ഉദ്ദേശമെന്ന് ചിലർ സുബ്ഹാനല്ലാഹ് അതുണ്ടോ പറഞ്ഞാൽ തീരുന്നു. അവിടുത്തെ കൈ തന്നെ പട്ടിനേക്കാൾ എത്രയോ മാർദ്ദവമല്ല.
സുഗന്ധമല്ലേ? ശരീരം വല്ലാത്ത സുഗന്ധമല്ലേ? അവിടുത്തെ വിയർപ്പിന് കസ്തൂരിയേക്കാൾ വാസനയില്ലേ? അത് സുബ്ഹാനല്ലാഹ് രോഗത്തിന് ശമനമല്ലേ? അവിടുത്തെ ഉമിനീര് വലിയ ബറക്കത്തല്ലേ? ഹജ്ജത്തുൽ വദാഇൽ മുടി കളഞ്ഞപ്പോ സ്ത്രീകൾക്ക് മുടി കഷ്ണം വിതരണം ചെയ്യാൻ ഉമ്മു സുലൈം ബീവിയുടെ കയ്യിലേക്ക് പുരുഷന്മാർക്ക് വിതരണം ചെയ്യാൻ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ഒന്ന് ഭർത്താവാണ്, ഒന്ന് ഭാര്യയാണ്. ഭർത്താവും ഭാര്യയും രണ്ടാളും സ്ത്രീകൾക്കും അതുപോലെ പുരുഷന്മാർക്കും മുടി കഷ്ണം വിതരണം ചെയ്യുന്നു. അന്ന് മുതലേ അത് സൂക്ഷിക്കുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. അത് വെള്ളത്തിലിട്ടിട്ട് ബഹുമാനപ്പെട്ട സഹാബത്ത് രോഗശമനത്തിന് കുടിക്കുന്നു. അത്തരം ഒരു മുടി എനിക്ക് കിട്ടിയാൽ അത് ദുനിയാവിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈറാണെന്ന് മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി അന്ന് മുതൽ ഇന്ന് വരെ ബറക്കത്തോടെ മഹാന്മാര് സൂക്ഷിക്കുന്നു. ആ സൂക്ഷിക്കപ്പെടുന്ന മുടി സനദോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ നമുക്ക് പരമ്പരാഗതമായി കിട്ടുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ ഉസ്താദുമാരുടെ പരമ്പരയിലൂടെ നമുക്ക് ലഭിക്കുന്നത് പോലെ അവിടുത്തെ മുടിക്കഷ്ണവും മഹാന്മാരായ പണ്ഡിതന്മാര് മുഖേന അതാ നീങ്ങി കൈമാറുന്നു. ഇമാം സഹാബി റളിയല്ലാഹു അൻഹു നബിതങ്ങൾ എന്തിനാണ് മുടിക്കഷ്ണം വിതരണം ചെയ്തത്? ബഹുമാനപ്പെട്ട ഇമാം സുർഖാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കണ്ടില്ലേ? ഇന്നമാ ഖസമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅറഹു. നബിതങ്ങൾ എന്തിനാണ് അവിടുത്തെ മുടിക്കഷ്ണം വിതരണം ചെയ്തത്? ലിയകൂന ബറക്കത്തൻ ബാഖിയത്തൻ ബൈനഹും. നബിതങ്ങൾ അങ്ങ് വഫാത്തായി പോയാലും ഖിയാമത്ത് നാൾ വരെയുള്ള ഉമ്മത്തുകൾക്ക് അവിടുത്തെ ബറക്കത്തുള്ള ശരീരത്തിന്റെ ഒരു ഭാഗം അത് എന്നെന്നും നിലനിൽക്കാനാണ്. ഒത്തതിക്കിറത്തല്ലഹും അവർക്കൊരു സ്മരണയായി സൂക്ഷിച്ചു വെക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ വിതരണം ചെയ്തതെന്ന് ഇമാം സുർഖാനി പറയുന്നു. ഇന്നും അത് പരമ്പരയിലൂടെ സൂക്ഷിക്കപ്പെട്ടു. അൽഹംദുലില്ലാഹ്. അല്ലാഹു പല നിഅമത്തും കൊടുത്തൊരു മഹാപണ്ഡിതനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ശരിയായ സനദിലൂടെ ആ മഹത്തായ മുടിക്കഷ്ണം യഥാ സംഘടിപ്പിച്ചു ലോകത്ത് ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്ത മർക്കസ് സഖാഫത്ത് സുന്നീൽ, അതേ ഇന്ത്യ രാജ്യത്തിന് അഭിമാനമായ സ്ഥാപനത്തിൽ അത് വലിയ മഹത്വത്തോടെ സൂക്ഷിച്ചു. മക്കയിൽ നിന്ന് വന്ന പണ്ഡിതന്മാർ, മറ്റ് രാഷ്ട്രങ്ങളിൽ വന്ന പണ്ഡിതന്മാർ അതിന്റെ മുന്നിലിരുന്ന് റസൂലുള്ളാഹിന്റെ മധു ചൊല്ലുന്നത് എന്റെ കണ്ണുകൊണ്ട് പാതിരക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി അത് എന്നെന്നും നിലനിന്ന് ഈ ഉമ്മത്തിന് കിട്ടാനാണ് അവിടുന്ന് വിതരണം ചെയ്തത് കേട്ടു. അത് ബുഖാരിയിലും മുസ്ലിമിലുമുണ്ട്. അതിന്നോളം നിലനിൽക്കുന്നുണ്ട്. ബറക്കത്താണ് മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനമുണ്ട് പറഞ്ഞാൽ തീരുന്നു. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൗസർ കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ മാന പണ്ഡിതന്മാര് വീണ്ടും വിവരിക്കുന്നു. 11ാമത്തെ തഫ്സീർ അന്നഹുൽ ഇൽമു, അവിടുത്തെ കള്ള കൊടുത്ത അപാരമായ അറിവാണത്. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അസീമാ. ഇരിക്കട്ടെ, പിന്നെയും ധാരാളം വിവരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു 12ാമത്തെ തഫ്സീർ പറയുന്നു അന്നൽ കൗസറ ഹുവൽ ഖുലുഖുൽ ഹസൻ. 12ാമത്തെ തഫ്സീർ അവിടുത്തെ ആരെയും അതിജയിക്കുന്ന സ്വഭാവം, തുല്യതയില്ലാത്ത സൽസ്വഭാവം, അതാണ് അൽ കൗസർ. സുബ്ഹാനല്ലാഹ്. അതുണ്ടോ പറഞ്ഞു തീരുന്നു. ഞാനൊരു ചെറിയ സംഭവം മാത്രം പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലേക്ക് അതാ ഭാര്യമാരിൽപ്പെട്ട ഒരു സ്ത്രീ സഫിയ റളിയല്ലാഹു അൻഹയാണെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരു പാത്രത്തിൽ ഭക്ഷണം കൊടുത്തേക്കുന്നു.
ഭക്ഷണം കൊണ്ടുവരുന്ന സമയത്ത് മറ്റൊരു ഭാര്യയുടെ വീട്ടിലാണുള്ളത്. ഒരു റിവായത്തിൽ അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണെന്ന് കാണാം. വേറെ ഒരു ഭാര്യ എന്റെ വീട്ടിലുള്ള സമയത്ത് ഭക്ഷണം ഇങ്ങോട്ട് കൊടുത്തേക്കണോ? അതത്ര തുച്ഛില ആയിഷ ബീവിക്ക്. ഒരു ഭർത്താവിന് ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ സംഭവിക്കാം. അതിനൊക്കെ ക്ഷമിച്ചു നിന്നു കൊടുക്കുന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങേയറ്റത്തെ സൽസ്വഭാവമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വേറൊരു ഭാര്യ ഭക്ഷണവും തളികയും കൊടുത്തപ്പോ കൊണ്ടുവന്ന ആളെ കൈക്ക് സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലുള്ളപ്പോ ഒരു തട്ട് കൊടുത്തു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പാത്രം വീണു, പാത്രം 2 കഷ്ണമായി പൊട്ടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചു. നമ്മളാണെങ്കിലോ കണ്ണടക്കി ഒന്നും കൊടുക്കൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചു. സ്വഭാവമാ ഭാര്യമാരോട് പെരുമാറുന്ന സ്വഭാവം. പുഞ്ചിരിച്ചു. എന്നിട്ട് മെല്ലെ പൊട്ടിയ പാത്രത്തിന്റെ കഷ്ണം അവിടുത്തെ കൈകൊണ്ട് കൂട്ടിവെക്കുകയാണ്. പുറത്തു വീടുപോയ ഭക്ഷണം കൈകൊണ്ട് വാരിയെടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വാറത്തും കുരു, നിങ്ങളെ ഉമ്മാക്ക് ദേഷ്യം പിടിച്ചിരിക്കുന്നു, നിങ്ങൾ തിന്നു മക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോട്ടം ആയിഷ ബീവിയുടെ മുഖത്തേക്കൊന്ന് നോക്കി, ഒന്ന് പുഞ്ചിരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ ആയിഷ ബീവിയുടെ റൂമിൽ നിന്ന് തന്നെ ഭക്ഷണവും പാത്രവും വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അപ്പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവന്ന കുട്ടിനോട് പറഞ്ഞു, മോനെ ഈ പാത്രം എല്ലാം എടുത്ത് അവിടെ കൊടുത്തേ, പൊട്ടിച്ചാക്കല്ലേ നഷ്ടം വരേണ്ടത്. അങ്ങനെ ആയിഷ ബീവിന്റെ പാത്രം എടുത്ത് മറ്റേ ഭാര്യന്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചു. നീതി കാണിച്ചു. അതാണ് സ്വഭാവം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ലോകത്തെ ഏറ്റവും വലിയ സ്വഭാവം കാണിച്ച നേതാവ്. ഭാര്യയോടാകട്ടെ, കുടുംബത്തോടാകട്ടെ, സമൂഹത്തോടാകട്ടെ ഏറ്റവും നല്ല സ്വഭാവം. എല്ലാ ജീവികളോടും ഏറ്റവും നല്ല സ്വഭാവം. ഞാൻ ഇന്ന് 2-3 ആളുകൾ ടെലിഫോൺ ചെയ്തു. എന്താ കാരണം? എന്റെ അടുക്കൽ ഒരു കൂട്ടർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒരു പള്ളി നിർബന്ധമായി ആവശ്യമുണ്ട്. ഞാൻ നോക്കി ഏതൊക്കെയാണ് സംഘടന വന്ന ആൾക്കാർ. നോക്കുമ്പോ നമ്മളുമായി ബന്ധപ്പെട്ട സംഘടനയുടെ ആളുകളും ഉണ്ട്, നമ്മുടെ സംഘടനയോട് ബന്ധപ്പെടാത്ത ആളുകളും ഉണ്ട്. 2 കൂട്ടരുണ്ട്, സുന്നികളാണ്. എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് പള്ളി വേണം. ഞാൻ പറഞ്ഞു, അല്ലാഹു തന്നാൽ നമുക്കുണ്ടാക്കാം. അങ്ങനെ സ്ഥലം വാങ്ങി അതിന് കുറെ ആളുകൾ അധ്വാനിച്ച് പണം പിരിച്ചു. കുറെ സംഖ്യ കടം വാങ്ങിയിട്ടും സംഖ്യ കൊടുത്തു. അങ്ങനെ പള്ളിക്ക് പെർമിറ്റ് കൊടുത്തു. പള്ളി തറക്കല്ലിടാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഇന്നലെ എനിക്കറിയാൻ സാധിച്ചു, ഒരു കൂട്ടർക്ക് അവിടെ അതിനോട് എതിർപ്പുണ്ട് എന്ന് കേട്ടു. മുസ്ലിങ്ങൾക്ക് തന്നെ. ഞാൻ ആ മഹല്ലിന്റെ പഴയ മഹല്ലിന്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഇന്ന് വിളിച്ചു. ഇന്നലെ ഞാൻ നാദാപുരം പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി പള്ളി ഉണ്ടാക്കുന്നത് എന്റെ പരിപാടിയല്ല, എനിക്കതിന്റെ ആവശ്യവും ഇല്ല. അതേ സമയത്ത് എല്ലാവരും കയറി നിസ്കരിക്കണം, എല്ലാവരും കൂടി പള്ളി നിർമ്മിക്കണം. അങ്ങനെ എന്റെ അടുക്കൽ വന്നപ്പോഴും 2 കൂട്ടരെയും കണ്ടിട്ടാണ് ഞാൻ ഏറ്റെടുത്തത്. അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല. നമുക്കൊന്നായിട്ട് പള്ളി നിർമ്മിക്കാം. കാന്തപുരം ഉസ്താദിനെയും ക്ഷണിക്കാം, പാണക്കാട് തങ്ങളെയും ക്ഷണിക്കാം. എന്നിട്ട് നമുക്ക് തറക്കല്ലിട്ട് ഭംഗിയായി പള്ളി ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞു. അവർ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ യോഗം ചേർന്ന് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നല്ലതിന് തൗഫീഖ് നൽകട്ടെ. ഓ സഹോദരന്മാരെ, നമുക്ക് സ്വഭാവം പഠിപ്പിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുത്തെ സ്വഭാവം എന്താണ്? ഒട്ടകം ജോലിയെടുക്കുന്നത് കടന്നു. സഹേബത്ത് വന്ന് സങ്കടം പറഞ്ഞു. ഒട്ടകത്തെ മസ്ലഹത്താക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങോട്ട് നടന്നു. ഒട്ടകത്തെ മസ്ലഹത്താക്കാൻ, ഒട്ടകം മൃഗമാണ്, മൃഗത്തെ മസ്ലഹത്താക്കാൻ വരുന്നു. നേരെ എന്ന് ചൊല്ലുമ്പോ നബിയെ ഒട്ടകം ഗൗരവത്തോടെ കിടക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു,
നിങ്ങളത് നോക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചൊല്ലുമ്പോ ഒട്ടകം എഴുന്നേറ്റ് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നെറ്റിവെച്ച് സുജൂദ് ചെയ്തു. സഹാബത്ത് ചോദിച്ചു, നബിയേ, മൃഗം അങ്ങേക്ക് സുജൂദ് ചെയ്യുന്നുവെങ്കിൽ മനുഷ്യരായ ഞങ്ങളല്ലേ സുജൂദ് ചെയ്യേണ്ടത്? ഉടനെ പറഞ്ഞു, പറ്റില്ല, നിങ്ങളാരും സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റില്ല, അല്ലാഹുവിന് മാത്രമേ സുജൂദ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ അതാ സുജൂദ് ചെയ്യാൻ പറ്റില്ല. അഥവാ സുജൂദ് അങ്ങനെ പറ്റുമെങ്കിൽ ഭാര്യമാർക്ക് കയറി വരുമ്പോ, ഭർത്താക്കന്മാര് കയറി വരുമ്പോ ഭാര്യമാര് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. പക്ഷെ അല്ലാഹുവിനല്ലാതെ നമുക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. ഒട്ടകത്തെ മസ്ലഹത്താക്കാൻ പോയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് തന്നെയല്ലേ മുഅ്മിനീങ്ങളെ, ഇന്ന ബിനി ഹദാ സയ്യിദുൻ ലഅല്ലല്ലാഹ യുസ്ലിഹു ബൈന ഫിയതൈനി അദീമതൈനി മിനൽ മുസ്ലിമീൻ. ആരാണ് നേതാവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, എന്റെ മകൻ ഇത് നേതാവാണ്. എന്താണ് ആ നേതാവായ മകന്റെ പോരിശ? അവിടുന്ന് പറയാണ്, മുസ്ലിമീങ്ങൾ രണ്ട് ഗ്രൂപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി നടക്കുമ്പോൾ അവരെ മസ്ലഹത്താക്കുന്ന നേതാവാണ് എന്റെ ഈ മകൻ. സുബ്ഹാനല്ലാഹ്. ഹസൻ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായി ജീവിക്കുകയാണ്. ഒരുപാട് ആളുകൾ മഹാനവറുകൾ ഭരണാധികാരിയായി തെരഞ്ഞെടുത്തു. അതേ സമയത്ത് സുന്നത്ത് ജമാഅത്തിൽ തന്നെ പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു വേറൊരു കൂട്ടരും ഭരണാധികാരിയായി പ്രഖ്യാപിച്ചു. രണ്ട് ഗ്രൂപ്പായി മുസ്ലിമീങ്ങൾ ജീവിക്കുമ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു അതാ മസ്ലഹത്തിന് തയ്യാറായി. ആ മസ്ലഹത്തിന് തയ്യാറായപ്പോ ഹസൻ റളിയല്ലാഹു അൻഹു കൂടെയുണ്ടായിരുന്നു പ്രവർത്തന രംഗത്തുള്ള ഏതോ ഒരു തീവ്രവാദി. അവനും ദീനിന്റെ മസ്ലഹത്ത് അവന്റെ ഉദ്ദേശമല്ല, ജനങ്ങളെ തമ്മിലടിക്കൽ അവനൊരു പ്രശ്നമല്ല, അവനൊരിക്കലും തന്നെ ദീൻ ഉദ്ദേശമല്ല, മറിച്ച് പ്രശ്നമുണ്ടാക്കലാണ് അവന്റെ ഉദ്ദേശം. അങ്ങനത്തെ ഒരു മനുഷ്യൻ കേൾക്കുന്നു, മുആവിയ റളിയല്ലാഹു അൻഹും ഹസൻ റളിയല്ലാഹു അൻഹും കൂടി മസ്ലഹത്തായിരിക്കുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു, എനിക്ക് നിങ്ങൾ അധികാരം വേണ്ട, ഞാനതിന് നടക്കുന്നവനല്ല, ഞാൻ സ്ഥാനമാനത്തിനോട് നടക്കുന്നവനല്ല. അധികാരം മുആവിയ വിട്ടുകൊടുത്തു. ഇതറിഞ്ഞപ്പോൾ അമീറുൽ മുഅ്മിനീൻ എന്ന് മുഅ്മിനീങ്ങളെ നേതാവെന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിരുന്ന അനുയായികളിൽ പെട്ടൊരു തീവ്രവാദി പിടിച്ചു യാറൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് അപമാനമായ മനുഷ്യ, ഇന്നലെ വരെ ഞങ്ങൾ അമീറുൽ മുഅ്മിനീനെ വിളിച്ചത്, മുഅ്മിനീങ്ങളെ നേതാവ് എന്നെ വിളിക്കുന്ന അപമാനം എന്നാ. നിങ്ങളെന്തിനാ മസ്ലഹത്താൻ പോയത്? മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അൽആറു ഔലാ മിനന്നാർ, അൽആറു ഖൈറും മിനന്നാർ. മുഅ്മിനീങ്ങൾക്കിടയിൽ മസ്ലഹത്തുണ്ടാക്കുന്നത് അപമാനമാണെന്നാണോ നിന്റെ വിവരക്കേട് പറയുന്നത്? എന്നാൽ ആ അപമാനം നീ കൊയ്യുന്ന നരകത്തേക്കാൾ ഖൈറാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സഹോദരന്മാരെ ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവം പഠിപ്പിച്ച നേതാവ്. ആ സ്വഭാവമാണ് അൽ കൗസർ നൽകപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങളിൽ ചിലർ പറയുന്നു. 13ാമത്തെ അഭിപ്രായം എന്താണ്? അൽ കൗസർ ഹുവൽ മഖാമുൽ മഹ്മൂദ് അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. സർവ്വലാലും സ്തുതിക്കപ്പെടുന്ന ഒരു സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നിയോഗിക്കുന്നുണ്ട്. അതൊരു വല്ലാത്ത മഖാമാണ്. അത് ദുനിയാവിലുമുണ്ട് ആഖിറത്തിലുമുണ്ട്. അബൂജഹലിനെ തന്നെ അല്ലാഹു തആല പലപ്പോഴും ശിക്ഷിക്കാതിരുന്നതിന്റെ കാരണം തങ്ങളുള്ള സമയത്ത് അവരെ തങ്ങളെ നബിയെ അവരെ ഒന്നായി നശിപ്പിക്കൂല. തങ്ങളവിടെ ഉള്ളതാണ് അവരെ നശിപ്പിക്കാതിരിക്കാൻ കാരണമെന്ന് പറഞ്ഞില്ലേ? ആഖിറത്തിലും അവിടുത്തെ ശഫാഅത്തല്ലേ.
അവിടുത്തെ ഉമ്മത്തിന് ശഫാഅത്ത് സൂക്ഷിച്ചു വെച്ചതല്ലേ. ഇനിയോ അൽ കൗസർ എന്നതിന് 14ാമത്തെ തഫ്സീർ അത്ഭുതകരമായ ഈ സൂറത്തിനെ സംബന്ധിച്ച് തന്നെയാണ്. അൽ കൗസർ എന്ന് പറഞ്ഞതെന്ന് മറ്റൊരു തഫ്സീർ. ഇരിക്കട്ടെ സഹോദരന്മാരെ, അതിന്റെയും ശേഷം ഇമാമിങ്ങൾ വിവരിക്കുന്നു. അതേ അൽ കൗസർ എന്ന് പറഞ്ഞാൽ അതിന്റെയും അപ്പുറം പിന്നെയും തഫ്സീറുകളുണ്ട്. അതിൽ ഒരു തഫ്സീറാണ് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു 14-15 തഫ്സീറുകൾ എണ്ണുകയാണ്. അതേ ഒരു തഫ്സീർ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ജല്ല ജലാലുഹു കൊടുത്ത ആ വലിയ സ്ഥാനം, അതേ എല്ലാവർക്കും വേണ്ടിയും സംസാരിക്കാൻ അല്ലാഹു തആല കൊടുക്കുന്ന സ്ഥാനം, ആ സ്ഥാനമാണ് ഏറ്റവും വലിയ സ്ഥാനം. അത് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു കൊടുത്തു. ഈ അൽ കൗസർ എന്ന സൂറത്തും അല്ലാഹു കൊടുത്തു. 15ാമതായി അതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. കാരണം സൂറത്തുൽ കൗസർ നിങ്ങളൊന്ന് നോക്കൂ. ആ സൂറത്തുൽ കൗസറിൽ അല്ലാഹു പറഞ്ഞതൊക്കെ ഇവിടെ നടന്നു കണ്ടില്ലേ? റസൂലുള്ളാഹിന്റെ സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിന്നില്ലേ? അവിടുന്ന് ആ സൂറത്തിൽ പറഞ്ഞത് ഓരോന്നോരോന്ന് തെളിഞ്ഞില്ലേ? ഇതുപോലെ കണ്ടില്ലേ നിങ്ങൾ? ഇന്ന സാനീക്കവുൽ അബ്തര, തങ്ങളെ ആക്ഷേപിച്ച് പറഞ്ഞവൻ ലക്ഷണം കെട്ടവനാണ്, അവർ പിൻഗാമിയില്ലെന്ന് പറഞ്ഞു. അവൻ പിൻഗാമിയില്ലാതെ നശിച്ചില്ലേ? ഖുർആൻ പറഞ്ഞത് ഇവിടെ ആ കൗസർ സൂറത്തിൽ പറഞ്ഞതൊക്കെ ഇവിടെ നടന്നില്ലേ? ഇതുപോലെ ഫസല്ലി ലിറബ്ബിക വൻഹർ, ഓ നബിയെ തങ്ങൾ നിസ്കരിക്കണം. വൻഹർ, അതേ അറവ് നടത്തണമെന്ന് പറഞ്ഞില്ലേ? അറവ് നടത്തണമെങ്കിൽ സാമ്പത്തിക ശേഷി വേണ്ടേ? സാമ്പത്തിക ശേഷി പിന്നീട് റസൂലുള്ളാഹിക്ക് ഉണ്ടാകുമെന്ന സൂറത്ത് പഠിപ്പിച്ചില്ലേ? അല്ലാഹുവിന്റെ റസൂലിന് അത് അല്ലാഹു കൊടുത്തില്ലേ? ഇങ്ങനെ തുടങ്ങിയിട്ട് സുബ്ഹാനല്ലാഹ് എത്ര വിഷയങ്ങളാണ് അതിലുള്ളത്. 15ാമത്തെ തഫ്സീറായി മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ അന്നൽ മുറാദ മിനൽ കൗസരി ജമീഉ നിഅമില്ലാഹി തആല അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ കൗസർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു എന്തെല്ലാം ബഹുമാനം കൊടുത്തിട്ടുണ്ടോ അത് മുഴുവനും അൽ കൗസർ എന്ന് പറഞ്ഞതിൽ പെട്ടു. ഇതുവരെ പറഞ്ഞ 16 അതിൽ ഉൾപ്പെട്ടു. അതിന്റെ പുറമെ തങ്ങൾക്ക് എന്തെല്ലാം അങ്ങ് കൊടുത്തോ അത് മുഴുവനും അൽ കൗസർ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെട്ടു. ഇന്ന് കൽ കൗസർ, സർവ നിഅമത്തും അങ്ങേക്ക്, സർവ ഖൈറും അങ്ങേക്ക്, എല്ലാ ഖൈറും അങ്ങേക്ക്, ധാരാളം ഖൈർ അങ്ങേക്ക് നമ്മൾ തന്നു കഴിഞ്ഞു നബിയേ. ഫസല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് തങ്ങൾ നിസ്കരിക്കണം നബിയേ, അറുക്കണം നബിയേ. ഇതൊരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞെന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാർ കൈനീട്ടി നിൽക്കണം. ദൂരെ നിൽക്കുന്ന മോമിനീങ്ങളൊക്കെ മജ്‌ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ തിരിയണം. അല്ലാഹുവേ, നിന്റെ ഖുർആൻ ഉദ്ധരിച്ച് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ച് ഈ ബറക്കത്തുള്ള നാട്ടില് ഒരുപാട് ഔലിയാക്കളും ആലിമീങ്ങളും മഹാന്മാരും ജീവിച്ച ഈ ബറക്കത്താക്കപ്പെട്ട പ്രദേശത്ത് ഞങ്ങൾ 2 ദിവസം സംഘടിപ്പിച്ച എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന ഈ പരിപാടി, അതും ഞങ്ങളെ സർവ്വഅമലും നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഫസല്ലി ലിറബ്ബിക വൻഹർ, ഫസല്ലി ലിറബ്ബിക വൻഹർ, നബിയെ തങ്ങൾ നിസ്കരിക്കണം. അതൊരു വല്ലാത്ത വാക്കാണ്. തങ്ങൾ നന്ദി ചെയ്യണമെന്നല്ല പറഞ്ഞത്. തങ്ങൾക്ക് എല്ലാ ഖൈറും തന്നിട്ട് തങ്ങൾ അതിന് നന്ദി ചെയ്യണമെന്ന് പറഞ്ഞില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്ദി ചെയ്യാത്ത ആളല്ല. നന്ദി അവിടുത്തെ ജീവിതത്തിന്റെ തുടക്കം അതിനെയുണ്ട്. അപ്പൊ നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കാത്ത ആളാണോ? നിസ്കാരം എന്നതൊരു പ്രത്യേക കർമ്മമാണ്. അത് അല്ലാഹു കൽപ്പിച്ച് പഠിപ്പിച്ചാലേ അത് ചെയ്യാൻ കഴിയൂ. അത് പഠിപ്പിച്ച് ചെയ്യാനുള്ള കൽപ്പനയാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ, ഓ നബിയേ തങ്ങൾ നിസ്കരിക്കണം നബിയേ. ഓ മുസ്ലിമീങ്ങളെ,
കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കണം. പോരാ, സുന്നത്ത് നിസ്കാരം പരമാവധി വർദ്ധിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്, പാതിരാ സമയത്ത് എഴുന്നേറ്റ് നീണ്ട നിസ്കാരം നടത്തിയിട്ട് കാലിന്റെ മേലെ നീരിയിട്ട് വീർത്തപ്പോ എന്തിനാ നബിയെ ഇങ്ങനെ അധ്വാനിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാൻ ഏറ്റവും നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ എന്ന് ചോദിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. ചെറുപ്പക്കാരെ, സുന്നത്ത് നിസ്കരിക്കണം, ഫർദ് നിസ്കരിക്കണം. അല്ലാഹു നമുക്ക് തന്ന ഒരൊറ്റ നിസ്കാരവും സമയം തെറ്റിക്കരുത്. അതിന് നമ്മൾ പ്രതിജ്ഞ എടുക്കണം. നേതാവിന് സലാം പറയേണ്ട സമയത്ത് സലാം പറയാതെ കിടന്നുറങ്ങരുത്. അവിടുത്തെ സ്വലാത്ത് വല്ല നിസ്കാരത്തിലുണ്ട്, ആ സ്വലാത്ത് ചൊല്ലാതെ കിടന്നുറങ്ങരുത്. കൃത്യമായി നിസ്കരിക്കണം. ഫസല്ലി ലിറബ്ബിക വൻഹർ. ഓ നബിയേ, സ്വന്തം മറുത്തിരുന്നാൽ പോരാ, ധാരാളം മറുത്തു ധർമ്മം ചെയ്യണം. അറുത്തു ധർമ്മം ചെയ്യുക എന്നതിന് ചില പ്രത്യേകതയുണ്ട്. നിങ്ങൾ കണ്ടില്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലത്തിലൊരിക്കൽ മുസ്ലിം ലോകം അനുസ്മരിക്കുന്നു. ഭക്ഷണം കൊടുത്തുകൊണ്ടാണ്, ഒട്ടകം കൊടുത്തുകൊണ്ടല്ല, പശുവിനെ കൊടുത്തുകൊണ്ടല്ല, ആട്ടിനെ കൊടുത്തുകൊണ്ടല്ല. ആരും ഇന്നുവരെ ഉദഹിയത്തായിട്ട് ആട്ടിനെ കൊടുത്തിട്ടില്ല, ഒട്ടകത്തെ കൊടുത്തില്ല. കാരണം ജീവനുള്ള ഒട്ടകം ഭക്ഷണമല്ല, ജീവനുള്ള ആട് ഭക്ഷണമല്ല, ജീവനുള്ള കുട്ടനൊട്ടക ഭക്ഷണമല്ല. അറുത്താൽ അത് ഭക്ഷണമാണ്. അതുകൊണ്ടാണ് അല്ലാഹു കൽപ്പിച്ചത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആണ്ട് കൊല്ലത്തിലൊരിക്കൽ 4 ദിവസം നിങ്ങൾ അറുത്തു കൊടുക്കണേ. എന്റെ ഒട്ടകത്തിനെ തന്നെ അങ്ങ് കൊടുത്താൽ അത് മരണപ്പെട്ടു പോയ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അനുസ്മരിച്ചുകൊണ്ട് കൊടുക്കുന്നത് ഭക്ഷണമാകണം. ഒട്ടകം ജീവനോടെ കൊടുത്താൽ ഉളുഹിയ്യത്തല്ല, കുട്ടനെ കൊടുത്താൽ ഉളുഹിയ്യത്തല്ല. അറുത്തു കൊടുത്താൽ അത് ഭക്ഷണമാണ്, മാംസം ഭക്ഷണമാണ്. ഇത് തന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്മരണയ്ക്ക് മഹാന്മാരുടെയും മഹദികളുടെയും ആണ്ട് കഴിക്കുമ്പോ വിവരമില്ലാത്തവൻ ചോദ്യം ചെയ്യാണ് കണാരന്റെ ഉസ്താദിനെ, ക്യൂന ഉസ്താദിനെ, ഈക്ക ഉസ്താദിനെ, കന്യത്ത് ഉസ്താദിനെ വിമർശിക്കാൻ വരുന്നത് ആര്? എന്താണ് ഇസ്ലാമെന്നൊന്നും പഠിക്കാത്തവൻ വന്ന് അതാ എല്ലാ സ്ഥലത്തും മൈക്ക് കെട്ടി വിമർശനം. ഈ വിവരം കെട്ടവരിൽ നിന്ന് പിന്തിരിയൂ മുസ്ലിമേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയോടുള്ള സ്നേഹം, വഫാത്തിന് ശേഷം ആട്ടിനെ അറുത്ത് മാംസം കഷ്ണമാക്കി നുറുക്കി ഭക്ഷണം വിതരണം ചെയ്ത് റസൂലുള്ള പ്രകടിപ്പിച്ചത് ബുഖാരിയിലില്ലേ, മുസ്ലിമിലില്ലേ? ബുഖാരിയിൽ എന്ത് പറഞ്ഞു, മുസ്ലിമിൽ എന്ത് പറഞ്ഞു? പഠിക്കാതെ മതം പറയുന്നവന്റെ വിവരക്കേട്. മുസ്ലിം ചെറുപ്പക്കാരാ, നീ ചെവിക്കൊള്ളല്ല കേട്ടോ. അതാ ഫസല്ലി ലിറബ്ബിക വൻഹർ, അറുത്തു കൊടുക്കൂ നബിയേ. അതിന്റെ പുറമെ കുട്ടനെ അറുത്താൽ പോരാ, പോത്തിനെ അറുത്താൽ പോരാ. കുട്ടന്റെയും പോത്തിന്റെയും ഒക്കെ സ്വഭാവം നിന്റെ മനസ്സിലുണ്ടോ? അതേ, ആരെയും കുത്തണമെന്ന സ്വഭാവമുണ്ടോ? അതേ, കടിക്കണമെന്ന സ്വഭാവമുണ്ടോ? ചവിട്ടണമെന്ന സ്വഭാവമുണ്ടോ? അക്രമത്തിന്റെ സ്വഭാവമുണ്ടോ? അതേ, ആ സ്വഭാവം നിന്റെ മനസ്സിൽ നീ അറുത്തു മാറ്റൂ മനുഷ്യ. അതിലേക്കും സൂചനയാണ് ഫസല്ലി ലിറബ്ബിക വൻഹർ. നിസ്കരിക്കൂ, റബ്ബുമായി സംഭാഷണം നടത്തൂ, റബ്ബുമായി അടുക്കൂ. മനുഷ്യന്മാരെ ആക്രമിക്കണമെന്ന ചിന്ത, മനുഷ്യന്മാരോട് ദുസ്വഭാവം കാണിക്കണമെന്ന ചിന്ത, അത് പറിച്ചു മാറ്റൂ. അതിന് വിധങ്ങളോടല്ല കേട്ടോ, അവിടുത്തോട് പറയുന്നത് നമ്മൾ പഠിക്കാൻ നമ്മക്ക് വേണ്ടി പറയുകയാണ്. ഇരിക്കട്ടെ മോമിനീങ്ങളെ, അത്ഭുതകരമായ സൂറത്താണ്, ആശ്ചര്യജനകമായ സൂറത്താണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. തങ്ങളെ മദ്ഹ് പറയുമ്പോൾ വെറുപ്പ് പിടിക്കുന്നവനില്ലേ? തങ്ങളെ ബഹുമാനം പറയുമ്പോൾ എതിർക്കുന്നവനില്ലേ? തങ്ങളത്ര വലിയ ബഹുമാനമുള്ള ആളല്ല എന്ന് പറയുന്നവനില്ലേ? അവിടുന്ന് സാധാരണക്കാരനാണെന്ന് പറയുന്നവനില്ലേ? ലക്ഷണം കെട്ടവനെന്ന് പറഞ്ഞവനില്ലേ? ഓ മനുഷ്യ, അതേ, ഇന്ന ശാനിയക ഹുവൽ അബ്തർ. തങ്ങളെ ആക്ഷേപിച്ച് സംസാരിക്കുന്നവൻ അവനാണ് പിൻഗാമിയില്ലാത്തവൻ, അവനാണ് ലക്ഷണം കെട്ടവൻ നബിയേ. യജമാനനായ റബ്ബ്
അവന്റെ ഹബീബിനെ പുകഴ്ത്തി ഹബീബിന് വേണ്ടി മറുപടി പറയുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബിന്റെ അടിത്തട്ടിൽ സ്നേഹിച്ച് അവിടുത്തെ തവസ്സുൽ ചെയ്ത് അവിടുത്തെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ച് അവിടുത്തെ മദ്ഹ് പറഞ്ഞ് അക്കാരണം കൊണ്ട് ദോഷങ്ങൾ പൊറുപ്പിച്ച് നിന്റെ സ്വർഗത്തിലെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ.